വചനസാരം വചനസാരം. മിശിഹായിൽ സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, വചനസാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നു. ഒരിക്കല് ഒരു ദേവാലയത്തില് കുർബാനയ്ക്ക് പോയ സമയത്ത് പുറത്ത് കുറച്ച് കുട്ടികൾ കറങ്ങി നടക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇവരിങ്ങനെ മൊബൈലിൽ കളിച്ചിരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ അവർ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ പുറത്തുനിന്ന് വന്ന കുട്ടികളാണ്, ഈ ഇടവകക്കാരല്ല എന്ന ഭാവത്തിൽ സംസാരിച്ചു. അതെനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കി. കാരണം കുർബാനയുടെ സമയത്തൊക്കെ കുട്ടികൾ പുറത്തിരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു മനോഭാവം എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഒരുപക്ഷെ ഇവർക്ക് ഇതെവിടെ നിന്നായിരിക്കാം ലഭിച്ചത്? പുരോഹിതൻ കുർബാനയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മടിയായിട്ടാണോ? അതുമല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്തതാണോ? മതബോധന അധ്യാപകരിലൂടെ അവർക്ക് ലഭിക്കാതെ പോയതാണോ? എന്തു തന്നെയാണെങ്കിലും അത് ഉള്ളിലുള്ള ഫലമാണ്. കർത്താവിൻ്റെ വാക്കുകൾ എത്ര പ്രായോഗികമാണ്. ലോകം വ്യർത്ഥമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുമ്പോൾ അതിൽ സത്യവും നല്ലതും നന്മയും തിന്മയും ഒക്കെ വിവേചിച്ചറിയുവാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു ലീഡർ, സ്പീക്കർ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്ററോ ബിഷപ്പോ പുരോഹിതനോ രാഷ്ട്രീയക്കാരനോ പോലീസുകാരനോ ആകട്ടെ, അവർ നമുക്ക് നൽകുന്നത് ഒരേ ഒരു സുരക്ഷിത പ്രായോഗിക മാനദണ്ഡം മാത്രമാണ്. അവരുടെ ഫലങ്ങളിലൂടെയും അവരുടെ പ്രവൃത്തിയിലൂടെയും ജീവിത രീതിയിലൂടെയും നമുക്ക് അവർ നൽകുന്ന പാഠങ്ങൾ തിരിച്ചറിയുവാനായിട്ട്, അവരെ തന്നെയും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ഒരു നല്ല വൃക്ഷം അല്ലെങ്കിൽ നല്ല ഫലം നൽകുന്ന മനസ്സുകൾ, അത് യഥാർത്ഥ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അതിനാവശ്യമായ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ച് ശരിയായ സമയത്ത് ശരിയായ മണ്ണും വളവും നൽകിയ മരങ്ങളിലാണ് ഫലം നന്നായി ഉണ്ടാവുന്നത്. മറ്റു മരങ്ങളുടെ അടുത്തോ വളരെ അകലെയോ അല്ല ഇത് നടേണ്ടത്. യഥാർത്ഥത്തിൽ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ, സ്നേഹത്തിൽ നന്നായി ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ഫലങ്ങൾ നശിച്ചു പോകാതെ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. ശരീരത്തെ നശിപ്പിക്കാത്ത ഭക്ഷണപാനീയങ്ങൾ മനസ്സിൽ കരുതി പരിപോഷിപ്പിക്കുമ്പോഴാണ് നാം നന്മയിൽ വളരാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഫലം കാണുകയും അത് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആസ്വദിക്കുവാനും പ്രയോജനം പെടുത്തുവാനും കഴിയും. നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ പരിഗണിക്കുന്നു എന്നത് വർഷങ്ങളോളം അതിൻ്റെ സ്വാധീനം ഒരുവനിൽ വലിയ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. നാം പണ്ടൊക്കെ പ്രാർത്ഥിച്ചതോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായ ഫലങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കണം. നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും നാം അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു ഫലങ്ങളാണ്, ഇത് എവിടെയാണ് മുളപൊട്ടുന്നത് അല്ലെങ്കിൽ ഇതിന് മുളയ്ക്കാനായിട്ട് നമ്മൾ എവിടെയാണ് വിത്ത് ഇട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കണം. നന്മയിലാണ് നമ്മൾ വിത്ത് നട്ടിരിക്കുന്നതെങ്കിൽ അത് നന്മയായിട്ട് തന്നെ പുറത്തേക്ക് വരും. നാം ചോദിക്കാൻ മടിക്കുന്നതും എന്നാൽ ദൈവം ഉദാരമായി നൽകുന്നതുമായ ഫലങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. അതിനുള്ള കൃപാവർത്തനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നട്ടിരിക്കുന്ന നല്ല ഫലങ്ങളെ, നല്ല വിത്തുകളെ നൂറുമേനിയുള്ള ഫലങ്ങളായിട്ട് തിരിച്ചു കൊടുക്കുവാൻ, ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനസാരം വചനസാരം.